ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. നമ്മൾ നൂനിയയിലെ അഖീദയിലെ 9ാമത്തെ ക്ലാസ്സാണ് കേൾക്കാൻ പോകുന്നത്. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അഹ്ലുസുന്നയുടെ വക്താക്കളും അതേപോലെ ബിദ്അത്തിൻ്റെ ആളുകളും തമ്മിലുള്ള ഒരു മജ്ലിസ് അല്ലെങ്കിൽ ഒരു സംസാരത്തെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടാണ് വന്നത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, വൽ കലാമു ഫി സിഫാത്തി കൽ കലാമി ഫി ദാത്ത്. വിശേഷണങ്ങളെ പറ്റിയുള്ള വർത്തമാനങ്ങളും സംസാരങ്ങളും കൽ കലാമി ഫി ദാത്ത്, ദാത്തിനെ പറ്റി പറയുന്നത് പോലെ തന്നെയാണ്. അതായത് ഫകമ അന്ന നുസ്ബിതു ദാത്തൻ ലാ തുഷ്ബിഹു ദവാത്ത്. അതായത് അള്ളാഹുവിന് നമ്മൾ ഒരു ദാത്തുണ്ട് എന്ന് അംഗീകരിക്കുന്നുണ്ടല്ലോ, അള്ളാഹുവിൻ്റേതായ ഒരു അസ്തിത്വം. ലാ തുഷ്ബിഹു ദവാത്ത്, സൃഷ്ടികളുടെ മറ്റുള്ളവരുടെ ദാത്തിനോട് സാദൃശ്യപ്പെടാത്ത. അപ്പോൾ അള്ളാഹുവിന് ദാത്തുണ്ടോ? ഉണ്ട്. നമുക്ക് ദാത്തുണ്ടോ? ഉണ്ട്. പക്ഷേ അള്ളാഹുവിൻ്റെ ദാത്ത് നമ്മുടെ ദാത്ത് പോലെയല്ല എന്ന് നമ്മൾ പറയുന്നില്ലേ? ഇതേപോലെ തന്നെ നമ്മൾ പറയണം ഫക്കദ നഖൂലു ഫി സിഫാത്തിഹി. അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളുടെ കാര്യത്തിൽ എങ്ങനെയാണ് പറയേണ്ടത്? അള്ളാഹുവിന് വിശേഷണങ്ങളുണ്ട്, നമുക്കും വിശേഷണങ്ങളുണ്ട്. നമ്മുടെ വിശേഷണങ്ങൾക്ക് പലവിധ പരിമിതികളും ന്യൂനതകളുമുണ്ട്. അള്ളാഹുവിൻ്റേതിന് യാതൊരു പരിമിതികളും ന്യൂനതകളുമില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ ഇന്നഹ ലാ തുഷ്ബിഹു സിഫാത്ത്, അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ മറ്റുള്ളവരുടെ സിഫത്തുകളുമായി ഒരിക്കലും സാദൃശ്യപ്പെടുന്നില്ല, അതുപോലെയാകുന്നില്ല. കാരണം ഫലൈസ കമിസ്ലിഹി ഷൈഉൻ, അള്ളാഹുവിനെ പോലെ യാതൊന്നുമില്ല. ലാ ഫി ദാത്തിഹി, ദാത്തിലുമില്ല, വലാ ഫി സിഫാത്തിഹി വലാ ഫി അഫ്ആലിഹി, അള്ളാഹുവിൻ്റെ ഗുണങ്ങളിലാകട്ടെ അള്ളാഹുവിൻ്റെ പ്രവൃത്തികളിലാകട്ടെ അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിൽ അവനെപ്പോലെ വേറൊരാളില്ലാത്തതുപോലെ ഇവയിലൊന്നിലും അള്ളാഹുവിനെ പോലെ ആരുമില്ല. ഫലാ നുശബ്ബിഹു സിഫാത്തില്ലാഹി ബിസിഫാത്തിൽ മഖ്ലൂഖീൻ. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെ, ഗുണങ്ങളെ നാം ഒരിക്കലും സൃഷ്ടികളുടെ വിശേഷണങ്ങളെപ്പോലെ ഗുണങ്ങളെപ്പോലെ പെടുത്തുകയില്ല. അള്ളാഹുവിൻ്റേതൊന്ന് വേറെ അതുല്യമാണ്, അത്യുന്നതമാണ്. സൃഷ്ടികളുടേത് അവരുടേതായ രീതിയിലുള്ള വിശേഷണങ്ങളും ഗുണങ്ങളുമാണ്. പക്ഷെ അതിൻ്റെ പേരിൽ വലാ നുസീലു അൻഹു സുബ്ഹാനഹു വതആല സിഫതൻ മിൻ സിഫാതിഹി ലിഅജ്ലി തശ്നീഇൽ മുശന്നിഈൻ വതൽഖീബിൽ മുഫ്തരീൻ. മുഫ്തരീൻ. അപ്പോൾ വലാ നുസീലു അൻഹു, അള്ളാഹുവിൽ നിന്ന് നമ്മൾ നീക്കുന്നില്ല, നിഷേധിക്കുന്നില്ല. സിഫത്തം മിൻ സിഫാത്തിഹി, അള്ളാഹുവിനുണ്ട് എന്ന് അള്ളാഹ് പറഞ്ഞ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഏതെങ്കിലും ഒരു വിശേഷണത്തെ നമ്മൾ നിഷേധിക്കാൻ ഒരുക്കമല്ല, ഇല്ല എന്ന് പറയാൻ നമ്മൾ തയ്യാറല്ല. എന്തിൻ്റെ പേരിൽ? ലിഅജ്ലി തശ്നീഇൽ മുശന്നിഈൻ, ആക്ഷേപകരുടെ ആക്ഷേപത്തിൻ്റെ പേരിൽ. നമ്മളെങ്ങനെ ചീത്ത വിളിക്കുന്നു, ആക്ഷേപിക്കുന്നു. അള്ളാഹ്ക്കിന് വിശേഷണമുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇന്ന ചീത്തപ്പേരുകൾ വിളിക്കുന്നു. അതുകൊണ്ട് നമുക്ക് തൽക്കാലം അത് ഇല്ല എന്ന് പറയാം, അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് മൗനം ദീക്ഷിക്കാം എന്നൊരു നിലപാട് നമുക്കില്ല. വതൽഖീബിൽ മുഫ്തരീൻ, വ്യാജമായി കളവുകൾ കെട്ടിപ്പറഞ്ഞുണ്ടാക്കുന്ന ആളുകൾ നമുക്ക് ഇല്ലാത്ത പല ലഖബുകളും പേരുകളും ഇട്ട് നമ്മളെ കളിയാക്കി വിളിക്കുന്നു. അതിൻ്റെ പേരിൽ നമുക്ക് ആ സിഫത്തിനെ സംബന്ധിച്ച് മിണ്ടാതിരിക്കാം, അല്ലെങ്കിൽ അള്ളാഹ്ക്ക് അതില്ല എന്ന് നിഷേധിച്ച് പറയാം. അവരുടെ ആക്ഷേപം മാറിക്കിട്ടുമല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. അതിൻ്റെ പേരിൽ അള്ളാഹുവിനുണ്ട് എന്ന് പറഞ്ഞ ഒരു സിഫത്തിനെയും നമ്മൾ ഇല്ല എന്ന് പറയാൻ ഒരുക്കമല്ല. ഏതുപോലെ കമാ അന്ന ലാ നുബ്ഗിദു അസ്ഹാബ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിതസ്മിയത്തിർ റവാഫിദ് ലനാ നവാസിബ്. നമ്മൾ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൽ ആരോടും ഒരു ദേഷ്യവും വിദ്വേഷവും ശത്രുതയും വെച്ച് പുലർത്തുകയില്ല. എന്തിൻ്റെ പേരിൽ? ലിതസ്മിയത്തിർ റവാഫിദ് ലനാ നവാസിബ്. റാഫിളിയാക്കൾ അഥവാ ഇസ്നാഅശരിയ ഷിയാക്കളിലെ റാഫിളിയാക്കൾ നമ്മെ നവാസിബികൾ എന്ന്
കളിയാക്കി വിളിക്കുന്നതിൻ്റെ പേരിൽ. നവാസിബ് എന്ന് പറഞ്ഞാൽ എന്താ? അഹ്ലുബൈത്തിനെ സ്നേഹിക്കാത്ത, അല്ലെങ്കിൽ അഹ്ലുബൈത്തിൻ്റെ ആളുകളല്ലാത്ത മറ്റു സ്വഹാബത്തിനെ സ്നേഹിച്ചു എന്നതിൻ്റെ പേരിൽ അഹ്ലുബൈത്തിനോട് ശത്രുത പ്രഖ്യാപിച്ചവർ എന്ന് ആക്ഷേപിച്ചുകൊണ്ട് വിളിക്കുന്ന ഒരു മോശമായ പേരാണ് നവാസിബ് എന്ന്. അവരുടെ സാങ്കേതികമായ അർത്ഥത്തിലും അവരുദ്ദേശിക്കുന്നതും അങ്ങനെയാണ്. നവാസിബ് എന്ന് പറയുമ്പോൾ അഹ്ലുബൈത്തിനോട് ശത്രുത പ്രഖ്യാപിച്ചവർ എന്നാണ് അവരുദ്ദേശിക്കുന്നത്. ആ പേര് നമ്മളെ വിളിക്കുകയാണ് എന്തിൻ്റെ പേരിൽ? നമ്മൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സ്നേഹിക്കുന്നതിൻ്റെ പേരിൽ, ഉമർ റളിയല്ലാഹു അൻഹുവിനെ സ്നേഹിക്കുന്നതിൻ്റെ പേരിൽ, അതേപോലെ ഷിയാക്കൾക്ക്, റാഫിദിയാക്കൾക്ക് താല്പര്യമില്ലാത്ത പല സ്വഹാബത്തിനെയും നമ്മൾ സ്നേഹിക്കുന്നു എന്നതിൻ്റെ പേരിൽ. അപ്പോൾ അവരുടെ ആ പേര് പോയി കിട്ടട്ടെ, അല്ലെങ്കിൽ അവർ നമ്മളെ സംബന്ധിച്ച് മോശം പറയാതിരിക്കട്ടെ എന്ന് വിചാരിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരായ സ്വഹാബികളിൽ ആരെയും ചീത്ത വിളിക്കാൻ, അവർക്ക് എതിരിൽ ആകാൻ നമ്മൾ ഒരുക്കമല്ല. അതേപോലെ വലാ നുകദ്ദിബു ബിഖദരില്ലാഹി തആല വനജഹദു കമാല മശീഅതിഹി വഖുദ്റതിഹി ലിതസ്മിയത്തിൽ ഖദരിയ്യതി ലനാ മുജ്ബിറ. വലാ നുകദ്ദിബു ബിഖദരില്ല, അള്ളാഹുവിൻ്റെ ഖളാഇനെയും ഖദറിനെയും നമ്മൾ നിഷേധിക്കാനും ഒരുക്കമല്ല. വനജഹദ്, അതിനെ കളവാക്കാനും നിഷേധിക്കാനും. വനജഹദു കമാല മശീഅത്തിഹി, പടച്ചവൻ്റെ മശീഅത്തിൻ്റെ പൂർണ്ണത, അള്ളാഹുവിൻ്റെ മശീഅത്തില്ലാതെ ഒന്നും നടക്കുകയില്ല എന്ന വസ്തുതയെ നമ്മൾ നിഷേധിക്കാനും നിരാകരിക്കാനും ഒരുക്കമല്ല. വഖുദ്റതിഹി, അള്ളാഹുവിൻ്റെ ശക്തിയെയും കഴിവിനെയും നിഷേധിക്കാൻ നമ്മൾ ഒരുക്കമല്ല. എന്തിൻ്റെ പേരിൽ? ലിതസ്മിയത്തിൽ ഖദരിയ്യതി ലനാ മുജ്ബിറ, അള്ളാഹുവിൻ്റെ ഖളാഇനെയും ഖദറിനെയും നമ്മൾ അംഗീകരിച്ച്, അള്ളാഹുവിൻ്റെ പരിപൂർണമായ മശീഅത്തിനെ നമ്മൾ അംഗീകരിച്ച്, അവൻ്റെ പരിപൂർണമായ ഖുദ്റത്തിനെ നമ്മൾ അംഗീകരിച്ച് യഥാർത്ഥ അഹ്ലുസുന്നയുടെ നിലപാടിൽ നിൽക്കുമ്പോൾ ഖദരിയാക്കൾ, ഖളാ ഖദറിനെ നിഷേധിക്കുന്ന ഖദരിയാക്കൾ നമ്മളെ വിളിക്കും മുജ്ബിറ. അള്ളാഹുവിൻ്റെ ഖളാഇനെയും ഖദറിനെയും അംഗീകരിക്കുന്നവനെ ജബരിയാക്കൾ എന്ന് കളിയാക്കി വിളിക്കുന്ന ആ ഖദർ നിഷേധികളുടെ ആക്ഷേപത്തെ ഭയന്നുകൊണ്ട് പ്രമാണങ്ങളിലൂടെ സ്ഥിരപ്പെട്ടു വന്ന ഒരു സംഗതിയെ, ഒരു വസ്തുതയെ നമ്മൾ നിഷേധിക്കാനും നിരാകരിക്കാനും ഒരുക്കമല്ലാത്തതുപോലെ. അതുപോലെ തന്നെ വലാ നജ്ഹദു സിഫാത്തി റബ്ബിന തബാറക വതആല ലിതസ്മിയത്തിൽ ജഹ്മിയ്യത്തി വൽ മുഅ്തസിലത്തി ലനാ മുജസ്സിമ മുശബ്ബിഹ ഹശ്വിയ, ഇങ്ങനെയൊക്കെ പറയുന്ന പോലെ പടച്ച റബ്ബിനുണ്ട് എന്ന് പറഞ്ഞ സ്ഥിരപ്പെട്ട ഒരു സിഫത്തിനെയും നമ്മൾ നിഷേധിക്കുകയില്ല, തള്ളിക്കളയുകയില്ല. എന്തിൻ്റെ പേരിൽ? ജഹമിയാക്കളും മുഅ്തസിലിയാക്കളുമൊക്കെ നമ്മൾ അത്തരം സിഫത്തുകൾ അള്ളാഹുവിനുണ്ട് എന്ന് പറയുന്നതിൻ്റെ പേരിൽ നമ്മളെപ്പറ്റി മുജസ്സിമാക്കൾ, മുഷബ്ബിഹാക്കൾ, ഹശ്വിയാക്കൾ, അതായത് അനാവശ്യ ചർച്ചകൾ നടത്തുന്ന ആളുകൾ, സൃഷ്ടികളെ പോലെ പടച്ച റബ്ബിനെ ഇകഴ്ത്തി സാദൃശ്യപ്പെടുത്തുന്നവർ, അള്ളാഹ്ക്ക് ശരീരമുണ്ട് എന്ന് പറഞ്ഞവർ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ, അഥവാ നമുക്ക് അർഹിക്കാത്ത തീർത്തും നിരർത്ഥകവും അനാവശ്യവുമായ മോശമായ പേരുകളിട്ട് നമ്മളെ കളിയാക്കുന്നു, ആക്ഷേപിക്കുന്നു എന്നതിൻ്റെ പേരിൽ വസ്തുതയെ വസ്തുതകളായി തന്നെ അവതരിപ്പിക്കാതെ നാം ഒരിക്കലും പിന്മാറിപ്പോവുകയില്ല. ആക്ഷേപകരുടെ ആക്ഷേപം നാം ഭയക്കുന്നില്ല. യാത്രാസംഘം മുന്നോട്ട് എത്ര തന്നെ നായകൾ കൂട്ടം കൂടി നിന്ന് കുരച്ചാലും നമുക്ക് നമ്മുടേതായ നിലപാടുകളുണ്ട്, അതുമായി നമ്മൾ പോകുന്നിടത്ത്. കമാ ഖീല ഫഇൻ കാന തജ്സീമൻ സുബൂതു സിഫാതിഹി ഫഇന്നി ബിഹംദില്ലാഹി ലഹാ മുസ്ബിതു. അള്ളാഹുവിൻ്റെ സിഫത്തുകളെ അംഗീകരിക്കൽ, സ്ഥിരീകരിക്കൽ, അള്ളാഹുവിന് ജിസ്മുണ്ട്, ശരീരമുണ്ട് എന്ന് പറയലായി ആരെങ്കിലും വ്യാഖ്യാനിക്കുന്നുവെങ്കിൽ ഫഇന്നി ബിഹംദില്ലാഹി, തീർച്ചയായും പടച്ചറബിനെ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ, ഞാൻ അള്ളാഹുവിൻ്റെ സിഫത്തുകളെ സ്ഥിരീകരിക്കുന്നവനാണ്. അള്ളാഹുവിൻ്റെ സിഫത്തുകളെ സ്ഥിരീകരിക്കുന്നതിൻ്റെ പേരിൽ അള്ളാഹ്ക്ക് ജിസ്മുണ്ട് എന്ന് ഞാൻ വാദിക്കുന്നു എന്ന് ആര് പറഞ്ഞാലും
അതിൻ്റെ പേരിൽ ഞാൻ എന്ത് ചെയ്യുന്നില്ല, സിഫത്തിനെ നിഷേധിക്കാൻ ഒരുക്കമില്ല. മറിച്ച് ലഹ മുസ്ബിത്തു, ആ സിഫത്തുകളൊക്കെ അള്ളാഹ്ക്കുണ്ട് എന്ന് ഞാൻ അംഗീകരിക്കുകയാണ്, സ്ഥിരീകരിക്കുകയാണ് പ്രമാണങ്ങളിൽ വന്നതിനനുസരിച്ച്. അതേപോലെ തന്നെ ഫഇൻ കാന തജ്സീമൻ സുബൂത്ത് സിഫാതിഹി ലദൈകും ഫഇന്നിൽ യൗമ അബ്ദുൻ മുജസ്സിമു. അള്ളാഹുവിൻ്റെ സിഫത്തുകളെ സ്ഥിരീകരിക്കൽ നിങ്ങളുടെ അടുക്കൽ അത് അള്ളാഹ്ക്ക് ജിസ്മുണ്ട് എന്ന് വാദിക്കലാണ് എന്ന് നിങ്ങൾ അനർഹമായി, അന്യായമായി, അക്രമമായി അതിനെ പറയുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഫഇന്നിൽ യൗമ, അറിഞ്ഞേക്കുക, ഞാൻ ഇന്ന് അബ്ദുൻ മുജസ്സിമു, അള്ളാഹ്ക്ക് ജിസ്മുണ്ട് എന്ന് പറഞ്ഞ ഒരടിമയാണ്. അതായത് വസ്തുതകളിൽ നിന്ന് മറച്ചു വെക്കാനും അതിൻ്റെ വക്താക്കളെ ഇല്ലായ്മ ചെയ്യാനും നിങ്ങൾ കുതന്ത്രങ്ങൾ പ്രയോഗിച്ചാലും എന്താണ്, ആ കുതന്ത്രങ്ങൾക്ക് പിന്നിൽ നിന്നുകൊണ്ട് വസ്തുതകളെ നിരാകരിക്കാൻ ഞങ്ങൾ ഒരുക്കമല്ല. നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ പറഞ്ഞു, വസ്തുതകൾ ഞങ്ങൾ അംഗീകരിക്കും, ഞങ്ങൾ പറയും. അതേപോലെ തന്നെ വറളിയല്ലാഹു അനി ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ഇത് യഖൂൽ, ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ, റളിയല്ലാഹു അൻഹു വറഹിമഹു, എന്താണ് ഇമാം ഷാഫിഈ പറഞ്ഞത്? ഇൻ കാന റഫ്ളൻ ഹുബ്ബു ആലി മുഹമ്മദിൻ ഫൽയഷ്ഹദി ثഖലാനി അന്നി റാഫിളി. ഇമാം ഷാഫിഈ പറഞ്ഞ വാക്ക. അതായത് ആല് ബൈത്തിനെ ഇൻ കാന റഫ്ളൻ ഹുബ്ബു ആലി മുഹമ്മദിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തെ സ്നേഹിക്കുക എന്നത് റാഫിളിയത്തായിട്ട് ഷിയായിസമായ ആരെങ്കിലും കാണുന്നുവെങ്കിൽ ഫൽ യഷ്ഹദി ثഖലാനി, ജിന്നുവർഗവും മനുഷ്യവർഗവും സാക്ഷ്യം വഹിച്ചു കൊള്ളട്ടെ, അന്നി റാഫിളി, ഞാനൊരു റാഫിളിയാണ്, ഷിയാക്കാരനാണെന്ന്. അതേപോലെ അവർ നേരെ തിരിച്ചു പറയുന്നത് പോലെ തിരിച്ചു. അപ്പോൾ അഹ്ലു ബൈത്തിനെ സ്നേഹിക്കൽ എന്തല്ല, ഷിയായിസമല്ല. അതേപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയും മറ്റ് സഹാബത്തിനെയും ഒക്കെ സ്നേഹിക്കലും ആദരിക്കലും അംഗീകരിക്കലുമൊക്കെ നാസിബിയത്താണ് എന്ന് പറഞ്ഞാൽ അതും അംഗീകരിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ നാസിബികളാണ്, അഹ്ലു ബൈത്തിനെ സ്നേഹിക്കുന്നത് കൊണ്ട് ഷിയായാകുമെങ്കിൽ ഞങ്ങൾ ഷിയാക്കളാണ് എന്നാണ് പറഞ്ഞത്. വഖദ്ദസല്ലാഹു റൂഹൽ ഖായിൽ വഹുവ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഇത് യഖൂൽ, ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ വാക്ക്, ഇൻ കാന നസ്ബൻ ഹുബ്ബു സഹബി മുഹമ്മദിൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരെ സ്വഹാബികളെ സ്നേഹിക്കൽ അത് നാസിബിയത്താണെങ്കിൽ ആലു ബൈത്തിനോടുള്ള ശത്രുത പ്രഖ്യാപിക്കലാണ് എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഫൽ യഷ്ഹദി ثഖലാനി അന്നി നാസിബി, നിങ്ങൾ സാക്ഷ്യം വഹിക്കുക, അസ്സഖലാൻ മനുഷ്യവർഗവും ജിന്നുവർഗവും സാക്ഷികളായിക്കൊള്ളട്ടെ, അന്നി നാസിബി, ഞാനൊരു നാസിബിയാണെന്ന്. അപ്പോൾ പേരുകൾക്കല്ല അവിടെ പ്രസക്തി. ഹക്കിൻ്റെ ആളുകളായി നിലകൊള്ളുമ്പോൾ പല ആക്ഷേപങ്ങളും അതേപോലെ വിമർശനങ്ങളും ഉണ്ടാകും. ആ വിമർശനങ്ങളെ ഭയന്നുകൊണ്ട് വസ്തുതകളിൽ നിന്ന് ഓടിയകലാൻ ഞങ്ങൾ ഒരുക്കമല്ല. ഇവിടെ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ പറഞ്ഞ മജ്ലിസ് അന്നഹു വകാന മിൻ ഖദരില്ലാഹി വഖളാഇഹി അൻ ജമഅ മജ്ലിസൽ മുദാക്കറ, ഒരു ചർച്ചയുണ്ടായി എന്ന് പറഞ്ഞാൽ ചർച്ചയുടെ സദസ്സ് ഉണ്ടായി എന്നത് പടച്ച റബ്ബിൻ്റെ തീരുമാനമായിരുന്നു. അത് രണ്ട് രൂപത്തിലാകാം. ഹാദാ യഹ്തമിലു അൻ തകൂന ഖത്ഇയ്യ വയഹ്തമിലു അൻ തകൂന അലാ സബീലി തംസീൽ, ശരിക്കും അങ്ങനെ നടന്നതാകാം ഒരുപക്ഷെ, അതല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണമായി പറഞ്ഞതാകാം. അങ്ങനെ എന്ത് ചെയ്യാം, മസലുകൾ പറയാം. എന്നിട്ട് لأنه يجوز أن يضرب المثل في مثل هذا كما يضرب الله تعالى في القرآن الأمثال في مثل ذلك. അള്ളാഹു ഖുർആനിൽ കുറേ ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ضرب الله مثلا رجلا فيه شركاء متشاكسون ورجلا سلما لرجل, സൂറത്തു സുമറിൽ 29-ാമത്തെ ആയത്ത്.
അതേപോലെ ലറബല്ലാഹു മസലൻ അബദൻ മംലൂക്കൻ ലാ യഖ്ദിറു അലാ ഷൈഇൻ. അതേപോലെ വലറബല്ലാഹു മസലൻ റജുലൈനി അഹദുഹുമാ അബ്കമു ലാ യഖ്ദിറു അലാ ഷൈഇൻ വഹുവ കല്ലുൻ അലാ മൗലാഹു. ഇങ്ങനെയൊക്കെ ഉദാഹരണങ്ങൾ പറഞ്ഞത് പോലെ കാര്യങ്ങൾ വിശദീകരിക്കാൻ, വ്യക്തമാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞതാകാം, സംഭവം വസ്തുതയായി സംഭവിച്ചതുമാകാം. എന്തുമായാലും അവിടെ പറഞ്ഞ കാര്യങ്ങൾക്കാണ് പ്രസക്തി. അപ്പോൾ അള്ളാഹുവിൻ്റെ സിഫാത്തുകളുടെ വിഷയത്തിൽ അഹ്ലുസുന്നയുടെ നിലപാടാണ് നമ്മൾ കേട്ടത്. അതേപോലെ മിൻ ഗൈരി തഹ്രീഫിൻ വലാ തഅ്തീൽ, യാനി ലാ നുഹർരിഫു നുസൂസ് വലാ നുഅത്തിലു മഅനാഹ വലാ നുഅത്തിലു സിഫാത്തില്ലാഹി വഹാദാ ഫിന്നഫി യശ്മുലു ഷൈഅൈൻ. നമ്മൾ അള്ളാഹുവിൻ്റെ സിഫത്തുകളെ എന്തു ചെയ്യുന്നില്ല? പ്രമാണങ്ങളെ ദുർവ്യാഖ്യാനിച്ച് ഭേദഗതി വരുത്തിക്കൊണ്ടോ അതിൻ്റെ ആശയങ്ങളെ നിരാകരിച്ചുകൊണ്ടോ അതിനോട് ഒരു മോശമായ അവസ്ഥയിൽ പെരുമാറുന്നില്ല നസ്സുകളോടും അതേപോലെ അള്ളാഹുവിൻ്റെ സിഫാത്തുകളോടും. വലാ നുഅത്തിലു സിഫാത്തില്ല, അള്ളാഹുവിൻ്റെ സിഫത്തുകളെ നമ്മൾ നിഷേധിക്കുന്നില്ല. രണ്ട് കാര്യങ്ങളാണ് ഇതിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്. അതായത് തഅ്തീലിൽ സംഭവിക്കുന്നത് അൽ അവൽ തഅ്തീലുൻ നുസൂസ് അൻ മആനീഹ. അള്ളാഹുവിന് വിശേഷണമുണ്ട് എന്ന് ഖുർആനിലൂടെയോ ഹദീസിലൂടെയോ ഒരു കാര്യം വരുമ്പോൾ അതില്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആ പ്രമാണത്തെ നിഷേധിച്ചു, അതിൻ്റെ ആശയവും അർത്ഥവും താല്പര്യവും അംഗീകരിക്കാതെ നിഷേധിച്ചു. രണ്ടാമതിലൂടെ വരുന്ന അപകടം തഅ്തീലുല്ലാഹി അസ്സ വജല്ല അൻ സിഫാത്തിഹി അല്ലതി ദല്ലത അലൈഹാ ഹാദിഹി നുസൂസ്. അപ്പോൾ നസ്സിനെ നിഷേധിക്കുന്നു, അതേപോലെ ആ നസ്സ് പറഞ്ഞ സിഫത്തിനെയും നിഷേധിക്കുന്നു. അള്ളാഹുവിൻ്റെ സിഫത്തിനെ നിഷേധിച്ചു, അള്ള പറഞ്ഞ പ്രമാണത്തെയും നിരാകരിച്ചു. അതാണ് അവിടെ സംഭവിച്ചത്. എന്തിൽ? തഅ്തീലിൽ സംഭവിക്കുന്നത്. തഹ്രീഫിൻ്റെ കാര്യം ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പറയാം. പടച്ച റബ്ബ് ശരിയായ അഖീദയുടെ മാർഗത്തിലൂടെ സ്വീകരിച്ച് യഥാർത്ഥ മുഅ്മിനീങ്ങളായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനും പടച്ച റബ്ബിനെ സന്തോഷത്തോടുകൂടി കണ്ടുമുട്ടുവാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.